friends, once again welcome back to Nandus Kitchen. Nandus Kitchenile ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി കോക്കനട്ട് ലഡു ആണ്. അടുപ്പിൽ പാചകം ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ലഡു കഴിക്കുവാനും സൂപ്പർ ടേസ്റ്റ് ആണ്. ഈ ലഡു ഉണ്ടാക്കുന്നതിനായി ചിരവിയ തേങ്ങയും കടയിൽ നിന്ന് വാങ്ങുവാൻ പറ്റുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടും രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ചിരവിയ തേങ്ങ 1/2 കപ്പ് അളവാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റുകയാണ്. 1/2 കപ്പ് കശുവണ്ടി പരിപ്പും മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 100 ഗ്രാം തൂക്കമുണ്ട്. ഒപ്പം 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 5 ഏലക്കായുടെ പൊടിയും കൂടി ചേർത്ത് അരച്ചെടുക്കുക. 4-5 സെക്കൻഡ് മാത്രം മിക്സിയിൽ കറക്കിയെടുത്താൽ മതിയാകും. കശുവണ്ടി പരിപ്പൊന്നും മുഴുവനായി അരയേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടണം. ഇതൊരു ബൗളിലേക്ക് മാറ്റി ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റുക. ചിരവിയ തേങ്ങയ്ക്ക് പകരം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്ത് വേണം മിക്സിയിൽ അരച്ചെടുക്കുവാൻ. ഇനി വേണ്ടത് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമാണ്. ഇതൊരു ബൗളിലേക്ക് മാറ്റി 2 തുള്ളി റോസ് കളർ എസൻസ് ഒഴിക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇത് ഉരുളകളാക്കി മാറ്റി വെക്കുക. ഇനി ഓരോ ഉരുളകളും കൈവെള്ളയിൽ വെച്ച് പരത്തുക. പരത്തിക്കഴിഞ്ഞാൽ നേരത്തെ തയ്യാറാക്കിയ ചെറിയ ഉരുള ഇതിൽ വെച്ച് നന്നായി പൊതിഞ്ഞെടുക്കുക. ഇത് ഉരുട്ടി ലഡുവിൻ്റെ ഷേപ്പിലാക്കി മാറ്റുക. ഇതുപോലെ എല്ലാ ഉരുളകളും ചെയ്യുക. ബാക്കി വന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു ബൗളിലിട്ട് ലഡു ഇതിൽ ഉരുട്ടിയെടുക്കുക. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന കോക്കനട്ട് ലഡു തയ്യാറായി കഴിഞ്ഞു. ഇതിൽ പറഞ്ഞ കളർ ചേർക്കാതെയും നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഈ ലഡു ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.